മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ ബാക്കിയുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ റെഡിയല്ലേ? അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 5A 5B എന്നീ ആക്ടിവിറ്റികളാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇതിനു മുന്നേ നമ്മൾ കുറേ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഗണിതത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് 3 എക്സാം ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്നെടുത്ത് കണ്ടു നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവസാനത്തെ പാർട്ടിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റുകൾ കൂടി ഒന്ന് അറിയിക്കുക. ആദ്യത്തെ പ്രവർത്തനം അബാക്കസ്. ഗണിതോത്സവത്തിന് തയ്യാറാക്കിയ അബാക്കസ് ആണ് തന്നിരിക്കുന്നത്. അബാക്കസിലെ സംഖ്യ എത്രയാണ്? മക്കളെ, 100-ന് നേരെ കുറേ മുത്തുകളുണ്ട്, 10-ന് നേരെയും 1-ന് നേരെയുമുണ്ട്. 100-ന് നേരെയുള്ള മുത്തുകൾ എത്ര എന്ന് നോക്കുക. 3ഉം 2ഉം 5 എണ്ണമുണ്ട്. അപ്പോൾ 5 100 500. 2 10 ഉള്ളത്, അപ്പോൾ 20. എത്ര ഒന്നുണ്ട്? 4 1, അപ്പോൾ 4. 100 എത്ര എണ്ണം? 5. അപ്പം 500 കൂട്ടണം 20 കൂട്ടണം 4. ഉത്തരം 524. ഇങ്ങനെയാണ് അബാക്കസിലെ സംഖ്യ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ചോദ്യം. ഈ അബാക്കസിൽ 1-ന്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തെടുത്ത് 10-ന്റെ സ്ഥാനത്തിട്ടു. 1-ന്റെ സ്ഥാനത്ത് 4 എണ്ണം ഇല്ലായിരുന്നു, 1 എടുത്ത് 10-ന്റെ സ്ഥാനത്തിട്ടു. ഇപ്പം 100-ൽ 5 എണ്ണം, 10-ൽ 3 എണ്ണം, 1-ലും 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സംഖ്യ എത്ര? ഉത്തരം 533. കാരണം 5 100 5 100 3 10, 500 30, 530 3 1 3. അപ്പം 533. 530 കൂട്ടണം 3 സമം 533. ഉത്തരം 533 ആണ്. അടുത്ത ചോദ്യം. 830-നെ കുറിച്ച് ശരിയായി പറഞ്ഞിരിക്കുന്നതിന് ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തത് 8 100 30 10. അത് തെറ്റാണ്. കാരണം 8 100 എന്ന് പറഞ്ഞാൽ തന്നെ 800 അതിൻ്റെ കൂടെ 30 10 എന്ന് പറഞ്ഞാൽ 300 800-ഉം 300-ഉം കൂട്ടാനാണ് പറയുന്നത്. അത് തെറ്റാണ്. അടുത്തത് 83 1. 83 1 എന്ന് പറഞ്ഞാൽ അത് 83 മാത്രമേ ആവൂ, 830 ആവില്ല. 83 10 മൂന്നാമത്തത്. 83 10. 83 10 830 ആണ്. 830 എന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ 83 10 എന്ന മൂന്നാമത്തെ ഓപ്ഷനാണ്. അതിന് ശരിയിടുക. അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന സംഖ്യാ കാർഡുകൾ നോക്കൂ. ഇവിടെ കുറേ സംഖ്യാ കാർഡുകളുണ്ട്. ഏതൊക്കെ 3 കാർഡ് ചേർന്നാൽ 1000 ആകും? റാഷിയും വാവിയും തിരഞ്ഞെടുത്തത് ഏതൊക്കെയായിരിക്കും? കളത്തിൽ എഴുതുക. 3 കാർഡ് എടുക്കാൻ പാടുള്ളൂ, കൂട്ടിയാൽ 1000 കിട്ടണം. നമുക്ക് എഴുതി നോക്കാം. 500-ഉം 300-ഉം 200. 500-ഉം 300-ഉം 200. അതായത് 500-ഉം 300-ഉം 800 800-ന്റെ കൂടെ 200 കൂട്ടിയാൽ 1000 അപ്പം റാഷി എടുത്ത കാർഡ് 1000. വാവിയുടെ കേസ് നോക്കിയേ. വാവി എടുത്തത് 450-ഉം 400-ഉം എത്രയായി? 450-ഉം 400-ഉം 850 അതിൻ്റെ കൂടെ ഒരു 150-ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 1000 കിട്ടും. അപ്പം 450 400 150 എന്നിങ്ങനെ എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം. 5-ാമത്തതിലെ ബി എന്ന പ്രവർത്തനമാണ് സംഖ്യാ കാർഡുകൾ. റെഡിയല്ലേ? നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനു മുന്നേ ടീച്ചർ ഒരിക്കൽ കൂടെ പറയുന്നു, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അടുത്ത ചോദ്യം. ഗണിതോത്സവത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന സംഖ്യാ കാർഡുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. വീണ്ടും കുറേ സംഖ്യാ കാർഡുകൾ കൊടുത്തിരിക്കുന്നു. 3 കാർഡ് ചേർത്താണ് ഇയാനും സോഫിയും 900 പൂർത്തിയാക്കിയത്. നേരത്തെ 1000 ആണ് ചോദിച്ചത്, ഇപ്പം 900 ആണ് ചോദ്യം. അപ്പം 900 പൂർത്തിയാക്കാൻ അവർ 3 കാർഡേ ഉപയോഗിച്ചിട്ടു. എങ്ങനെയൊക്കെയാണ് കാർഡുകൾ ഉപയോഗിച്ചത് നമുക്ക് നോക്കാം, എഴുതി നോക്കാം. 700 50 750. 750 150 എത്രയാവും? 750-ന്റെ കൂടെ 50 കൂട്ടിയാൽ 800 ആവും, പിന്നെ ഒരു 100 ബാക്കി. അപ്പോൾ 800 100 900 ആവും. അപ്പോൾ 700 50 150 കൂട്ടിയാൽ 900 കിട്ടും. അപ്പോൾ സോഫി എടുത്തത് നോക്കിയേ. 400-ഉം 200-ഉം എത്രയായി? 400-ഉം 200-ഉം 600 പിന്നെ ഒരു 300-ന്റെ കാർഡും കൂടി എടുത്തു. അപ്പോൾ എത്ര കിട്ടി? 900 കിട്ടി. ഓക്കെ. 400-ഉം 200-ഉം 600, 600-ഉം 300-ഉം 900 കിട്ടിയേ. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക്, ബി ചോദ്യത്തിലേക്ക്. മക്കളെ, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അടുത്ത ചോദ്യം. അബാക്കസിലെ സംഖ്യ എത്രയാണ്? 100-ന്റെ അടുത്ത് 4 എണ്ണമുണ്ട്, 10-ന്റെ അടുത്ത് 3 എണ്ണം, 1-ന്റെ അടുത്ത് 2 എണ്ണം. ഓക്കെ. 100-ന്റെ അടുത്ത് 4 അപ്പം 400, 10-ന്റെ അടുത്ത് 3 അപ്പം 30, 1-ന്റെ അടുത്ത് 2 അപ്പം 2. അപ്പം ടോട്ടൽ സംഖ്യ 432. കിട്ടിയല്ലോ, 432. അടുത്ത ചോദ്യം.
ഈ അബാക്കസിൽ 100ന്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തെടുത്ത് 10ന്റെ സ്ഥാനത്തിട്ടു. അപ്പോഴോ 100ന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് 4 അതിൽ നിന്ന് ഒന്നിനെടുത്ത് 10ന്റെ സ്ഥാനത്തിട്ടു. അപ്പം എത്ര ആൻസർ കിട്ടും? നമുക്ക് നോക്കിയേ. ഇപ്പം 100ന്റെ അടുത്ത് 3 ഉണ്ടാവും, 10ന്റെ അടുത്ത് 4 ഉണ്ടാവും. 342 എന്ന ആൻസർ കിട്ടും. 342 എന്നാണ് ഉത്തരം കിട്ടുക. ഒന്ന് വരച്ച് ചെയ്ത് നോക്കുക. ചിലപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ഇത് കിട്ടിയെന്ന് വരില്ല. അപ്പോഴെന്ത് ചെയ്യണം? ഒന്ന് ചിത്രം വരച്ച് എഴുതി നോക്കുക. അബാക്കസ് ഒന്ന് വരച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക്, അപ്പോൾ ഉത്തരം കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും മാത്സ് എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. വായിച്ച് പഠിച്ചാൽ പോരാ, വെറുതെ കേട്ട് പഠിച്ചാലും പോരാ, അതിൻ്റെ കൂടെ എഴുത്തും പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണേ. അടുത്ത ചോദ്യത്തിലേക്ക്. അവസാനത്തെ ചോദ്യമാണ്. ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. 604 എന്ന സംഖ്യാ സ്ട്രിപ്പിൽ ശരിയായി ക്രമീകരിച്ചതിന് ടിക്ക് മാർക്ക് ഇടണം. ഇതിലേതാണ് കറക്റ്റായിട്ട് 604 എന്ന് പറയുന്നത്? 640 ആണോ? അത് 640 അല്ലേ? അടുത്തത് 604 ആണോ? അത് 604 ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? 600 4. അപ്പം ഇതുപോലെ സംഖ്യകൾ മാത്രം മാറ്റിയിട്ട് എക്സാമിന് ചോദ്യങ്ങൾ വരാം. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയി എടുത്തുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നല്ല രീതിയിൽ എക്സാം എഴുതുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എൻ്റെ മക്കൾക്ക്. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പഠിക്കുക, നന്നായി എക്സാം എഴുതുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.